ചെയ്തെടുത്ത ഒരു പോട്ടാണ്. അതിന് ബീഡ്സ് കുറേ ആയിരുന്നു. ആ ബീഡ്സൊക്കെ ഫുള്ള് ചേർത്ത് ചെയ്തത് ചെറിയൊരു പോട്ട് ഉണ്ടാക്കിയതിന്. അപ്പോൾ ഈ പോട്ട് കാണാൻ അതേമാതിരി ഉണ്ടാവും. ഈ പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഈ മുത്ത് കോർക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മുത്തുകളൊക്കെ പച്ച, പിന്നെ ചുവപ്പ്, മഞ്ഞ, അങ്ങനത്തെ നീല ഇതേമാതിരിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി ഈ പച്ച നിറമുള്ള ഡാർക്ക് ഗ്രീൻ മുത്തുണ്ടല്ലോ, അത് 6 എണ്ണം കൊടുത്തെടുക്കും. അഞ്ച് 6 മുത്ത് കോർത്തെടുക്കുക. ഇതേമാതിരി ഇത് 6 മുത്ത് ഞാൻ പുറത്തെടുക്കുന്നു. ഇനി ഇത് ക്രോസ് ചെയ്തെടുക്കും. ക്രോസ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ വന്നു. ഇതിൻ്റെ മുകളിൽ ഇനി ഓരോന്നിൻ്റെ മുകളിൽ നിന്നും 5 മുത്ത് വീതം എടുത്തെടുക്കണം. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, അപ്പോൾ ബാക്കി 4 എണ്ണം പുറത്തെടുക്കണം. ഒക്കെ ഗ്രീൻ കൊണ്ട് തന്നെയാണ് പുറത്തുന്നത്. 4 എണ്ണം കോർത്തെടുത്തിട്ട് അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് എടുക്കുക. അടുത്ത് ക്രോസ് വന്നുകൊണ്ട് ഇനി അടുത്ത ഇതിനുള്ളിൽ കൂടെ കോർത്ത് വിടുക. മുത്തിനുള്ളിൽ കൂടെ ഒരു റൗണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 മുത്തായി കൊണ്ട് 1, 2, പിന്നെ 3 മുത്ത് പുറത്തെടുക്കുക. 5 എണ്ണം ഉണ്ട് ടോട്ടൽ വേണ്ടത്. 5 എണ്ണത്തിന് 3 എണ്ണം പുറത്തെടുക്കുക. മുത്ത് ഇതേമാതിരി ഇങ്ങനെ ക്രോസ് കൊടുക്കുക. മാർക്ക് ചെയ്താൽ ക്രോസ് ചെയ്യും. ഇതേമാതിരി ഈ റൗണ്ട് 1, 2, 3, 4 ഈ 4 മുത്തിൻ്റെ മുകളിൽ നിന്ന് 5 എണ്ണം വെച്ച് പുറത്ത് ഈ റൗണ്ട് ഫില്ല് ചെയ്യണം. അതേമാതിരി റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ 4 എണ്ണം വെച്ചിട്ടായിരിക്കും ഈ റൗണ്ട് മുത്തിൻ്റെ മുകളിൽ ഒരു മുത്ത് ഈ മുത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കും. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, ബാക്കി 3 എണ്ണം കൊടുക്കുന്നത്. പച്ചേനെ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. അടുത്ത ലൈനിൽ മഞ്ഞ ചെയ്ത് ഒന്ന് ക്രോസ് ചെയ്യുക. ഇതിൻ്റെ 4 എണ്ണം ചെയ്തെടുക്കുക. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേമാതിരി അങ്ങനെ കോർത്ത്. ഇനിയിപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തെടുക്കും. 4 എണ്ണം കൊടുക്കുന്ന 2 എണ്ണം അവിടെ ഉണ്ടല്ലോ, അപ്പോൾ 2 എണ്ണം കൊടുത്തെടുക്കും. രണ്ടെണ്ണം കൊടുത്ത്
ഇതേമാതിരി 4 വെച്ചിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കും. അതേമാതിരി ഞാൻ 4 വെച്ചിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഓരോന്നിൻ്റെ മുകളിൽ 4 ഇതത് മെല്ലെ അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അതേമാതിരി വന്നു. അപ്പോൾ അതൊരു ഇരിപ്പാണ് ഇതിൻ്റെ കണ്ടോ പോട്ടിൻ്റെ ഇതിൻ്റെ നൂല് കഴിഞ്ഞു. ഇനി അടുത്ത ചെന്തൊക്കെ ഉണ്ടോ അതേമാതിരി ഇരിക്കുക. അടുത്ത നൂലെടുത്ത് കോർത്ത് അങ്ങനെ വന്നിട്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കോർത്ത് കൊടുക്കുക. അവിടെ നമ്മൾ ചെയ്ത് നൂലിട്ട് ഞാൻ വെച്ചതാണ്. അങ്ങനെ വന്നു. ഇനി 5 വെച്ചിട്ട് വേണമല്ലോ ചെയ്യണമെങ്കിൽ. അഞ്ചെണ്ണം വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച് ഉണ്ട്. ഒരു മഞ്ഞ മുത്ത് കൊടുക്കുക. ഇവിടെ കണ്ടു, ഇവിടെ ഒരു മുത്തല്ലേ ഉള്ളൂ. പിന്നെ 2 മുത്തായി. ഇപ്പോൾ 2, 3, 4, 5ാമത്തെ ഒരു മഞ്ഞയും കൂടെ കൊടുക്കുക. എന്നിട്ടത് ക്രോസ് കൊടുക്കുക. അപ്പോൾ അത് വ്യത്യാസം വരുന്ന കാണാം ചെയ്ത് വരുമ്പോഴേ. അങ്ങനെ വന്നു കണ്ട 5 മുത്ത് വെച്ച് അടുത്ത ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. കുറച്ച് കിടക്കാനൊരു പ്രയാസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നൂലാണ്. അങ്ങനെ വന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതാ 2 മുത്തുണ്ട്. ഒരു പച്ച ഒരു മഞ്ഞയുണ്ട്. അപ്പോൾ 3 കോർത്ത് കൊടുത്താൽ മതി. 2 പച്ച കോർത്ത് കൊടുക്കുക. ഒരു മഞ്ഞയും കോർത്ത് കൊടുക്കുക. അതേമാതിരി എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ ക്രോസ് കൊടുക്കുക. ഇതേമാതിരി വന്നു. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് മുഴുവൻ ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ചെയ്തെടുത്തതാണ് 5 വെച്ചിട്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് ഇതാ ഈ ക്രോസായിട്ട് കൊടുക്കണം. അത് കണ്ട് ഇവിടെ ഇങ്ങനെ ക്രോസായിട്ട് കണ്ട് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് ഇതാക്കണം. 2 വീതം. ഇവിടെ ഞാൻ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കെട്ടുക ചെയ്ത്. ടൈറ്റ് ആയിട്ടില്ല, ഇങ്ങനെ ലൂസായി കളിക്കുക. അതേമാതിരി 2 മുകളിൽ ക്രോസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ മഞ്ഞ മുത്തല്ലേ നമ്മൾ കൊടുക്കുക. അതിന് പകരം ചുവപ്പ് മുത്ത് കൊടുക്കുക. ഒരു ചുവപ്പ് 6 വെച്ചിട്ടാണ്. അടുത്ത 5 വെച്ചിട്ട് ചുവപ്പ് മുത്ത്, 3 പച്ചമുത്ത്, ഒരു ചുവപ്പ് മുത്ത്. ഇവിടെ കണ്ടത് അതേമാതിരി വരുന്നു. അല്ല 1 മതി, തെറ്റിപ്പോയി. ഒരു പച്ച എടുത്താൽ മതി. ഇപ്പം അതാ 3 ചുവപ്പ് ഇവിടെ പുറത്ത് കൊടുക്കും. കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കും. 6 വെച്ച് കൊടുക്കണേ. 6 വെച്ചിട്ട് ഒരു റൗണ്ട് കണ്ട്
ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് 5 കൊടുത്താൽ മതി. ഇവിടെ ഒന്നും കൂടെ ക്രോസ് 5 അല്ല 6 തന്നെ കൊടുക്കണം. ശരി, ഇവിടെ ഈ 2 ഈ ക്രോസ് വരുന്ന 2 കൂടെ കുറച്ച് കൊടുക്കും. കണ്ടോ, അപ്പോൾ ഇവിടെ 3 മുത്തായി. കണ്ടോ, അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി 2 കൊടുത്താൽ മതി. അല്ല, ബാക്കി 3 കൊടുത്താൽ മതി. അവിടെ 1 2 പച്ച കളറുള്ള മുത്തും ഒരു ചുവപ്പ് കളറുള്ള മുത്തും കൊടുക്കുക. 3 ഇതേമാതിരി വന്നിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് 2 മുകളിൽ ക്രോസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കണം. ഇത് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അടുത്ത ലൈന് ചെയ്യുന്നില്ല. അടുത്ത ലൈൻ അതേമാതിരി ഈ 2 ക്രോസ് ഉണ്ടല്ലോ, ഈ ക്രോസിനുള്ള കൂടെ ഇവിടെ ഞാൻ കെട്ട് ചെയ്ത്. എന്താ കാരണം വെച്ചാൽ നോട്ട് ഇട്ടത്. എന്താ കാരണം ടൈറ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ട്. ചെയ്യുന്നത് 2 ക്രോസിനുള്ള കൂടെ എടുക്കും. അല്ല, 2 ക്രോസിൻ്റെ ഉള്ളിൽ എടുക്കുക. അപ്പോൾ 2 നൂലായില്ലേ ഇവിടെ, 2 നൂലല്ല 2 മുത്ത്. അപ്പോൾ ഇനി അടുത്തതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യുക. ആദ്യം ഈ 2 പച്ച കോർത്ത് 2 പച്ച 3 പച്ച കോർത്തെടുത്ത് 5 ഇനി എടുത്തതിൻ്റെ മുകളിൽ ചെയ്യേണ്ടത്. 5 വേണ്ടിയിട്ട് 3 പച്ച കോർത്ത്. അതാ 3 പച്ച മുത്ത് ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 2 കൂടി ആകുമ്പോൾ 5 ഒരു 5 ഈ അടുത്തതിൻ്റെ മുകളിലുള്ള ഈ 2 പുറത്ത് കൊടുക്കണം. ഈ 2 കൂടെ പുറത്ത് കൊടുക്കണം. കോർത്തിട്ട് വീണ്ടും ഇതേമാതിരി 3 പച്ചമുത്ത് കൊടുക്കും. 3 പച്ചമുത്ത് ഇതിൻ്റെ അകത്ത് പച്ചമുത്ത് മാത്രമേ കൊടുക്കുന്നുണ്ട്, ചുവപ്പ് നീലയും ചേർക്കുന്നുണ്ട്. 3 കോർത്ത് കൊടുക്കണം. കണ്ടോ, ഇത് ക്രോസ് ചെയ്യുക. അപ്പോൾ അത് ഈ റൗണ്ട് അത് അന്ന് കൂടി പോയിട്ടുണ്ട്, 5 പോയി. ഇത് 5 മുത്ത് പുറത്ത് കൊടുത്തു. പിന്നെ ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തുകൊണ്ടാണ്. ഇത് അതേമാതിരി വന്നു. കണ്ടോ, ഈ പോട്ട് ഇതേമാതിരി. ഇനി അടുത്ത ഈ ലൈൻ 5 വെച്ച് ചെയ്യും. ഇനി അടുത്ത ലൈനും ഇതേമാതിരി 5 വെച്ച് ഈ 2 ക്രോസ് ആയിട്ട് വരുന്ന 2 കൂടെ എടുത്തിട്ട്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഒരു മഞ്ഞ മുത്ത് കൊടുക്കാൻ പോവുക. മഞ്ഞ മുത്ത് 2 ഇവിടെ ഉണ്ടല്ലോ, 5 തന്നെയാണ് ചെയ്യുന്നത്. മഞ്ഞ കൊടുത്ത് ഒരു 3 4 കൊടുത്തു. പിന്നെ ഒരു മഞ്ഞ തന്നെ കൊടുക്കുക. കണ്ടോ, 5 കാണുന്നില്ലേ, 5 മുത്ത് കൊടുത്ത് ഇതേമാതിരി വന്നു. ഇനി അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അടുത്ത 2 ക്രോസിനുള്ള കൂടെ ചെയ്തെടുക്കുക. രണ്ട് ക്രോസിനുള്ള കൂടെ ഞാൻ മുത്തെടുത്ത്
അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊരു മഞ്ഞ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഒരു പച്ച കൊടുക്കുക, കൊടുത്ത് ഒരു മഞ്ഞയും കൂടെ കൊടുക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് പോകണം. ചെറിയ റൗണ്ടാണ് ചെയ്തെടുക്കണം. അതേമാതിരി വന്നുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പ് ഓരോന്നിനുള്ള കൂടെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ആകെ 6 ഇതല്ല, 1 2 3 4 5 6 മുത്തേക്ക് 6 മുത്തിനുള്ളിൽ കൂടെ ചുവപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. 4 എണ്ണം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, അപ്പോൾ 3 എണ്ണം ചെയ്താൽ മതി. കണ്ടോ, 3 ചുവപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ വന്നു. അടുത്തതിൻ്റെ ഉള്ള കൂടെ രണ്ടെണ്ണം അടുത്ത ഇവിടെ ഇതാ 2 എണ്ണം ഉണ്ടല്ലോ, ഒരു പച്ച ഒരു ചുവപ്പ് ഉള്ളതിനെ കൊണ്ട് ഒരു ചുവപ്പ് 2 ചുവപ്പ് മാത്രം കൊടുത്താൽ മതി. രണ്ട് ചുവപ്പ്. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടാണ് 6 മുത്തുകളെ ആകുള്ളൂ. ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തെടുക്കുക. കോട്ടൻ്റെ എല്ലാം ഇങ്ങനെ. ഇനി അടുത്ത ഒരു ലൈനും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് കഴിഞ്ഞ് കണ്ടേ അങ്ങനെ ഉണ്ടാവും. അടുത്ത ലൈന് തയ്ക്കുന്നുണ്ട്. നൂല് തീരാറായിട്ടുണ്ട്, എന്നാലും ഒരു ലൈൻ തയ്ക്കുന്ന വിധം കാണിച്ചു തരാം. തികയുണ്ടാവും. അതേമാതിരി തയ്ച്ചെടുത്തുകൊണ്ട് അടുത്ത ഒരു ലൈനും കൂടെ തയ്ച്ചത് കഴിഞ്ഞ് അടുത്ത ഒരു ലൈൻ എങ്ങനെയാണ് തയ്ക്കുക. ഇവിടെ 6 മുത്തുണ്ട്, 1 2 3 4 5 6 മുത്തുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ കൊടുക്കുക. ആദ്യം ഒരു മഞ്ഞ കൊടുത്തിട്ട് 6 മുത്ത് കൊടുക്കണേ. 1 2 എണ്ണമായി, പിന്നെ 1 6 മുത്ത് കൊടുക്കണം. ടോട്ടൽ 5. ഇനി ഒരു മഞ്ഞ തന്നെ കൊടുക്കുക. അങ്ങനെ 6 മുത്തുകൾ ഉണ്ട്. 6 മുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി മലഞ്ഞ് വരും. 6 എണ്ണം വേണ്ട, 5 എണ്ണം കൊടുത്താൽ മതി. 5 എണ്ണം മതിയിട്ട് എവിടെ ഈ ഒരു മഞ്ഞ കൊടുക്കും. അല്ലാതെ മലർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി വന്നു 5 മുത്ത് കൊടുത്തു. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ പുറത്തെടുത്തിട്ട് ഇവിടെ ഇപ്പോൾ മഞ്ഞ വന്നില്ല, അപ്പോൾ 2 പച്ച പുറത്ത് കൊടുക്കുക. ഈ ഒരു മഞ്ഞയും പുറത്ത് കൊടുക്കുക. അതേമാതിരി
ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് 6 മുകളിൽ നിന്ന് കോർത്തെടുക്കുക. ഈ പോട്ടിൻ്റെ വർക്ക് ഇതാ അവിടെ കഴിഞ്ഞ്. ഈ പോട്ട് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.